ഹലോ ഓൾ, വെൽക്കം ടു സ്റ്റഡി വേക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. അതിനു മുന്നേ എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്? ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടിന് എക്സാമ്പിൾ എന്നാണ്? ഡബിൾ ബോണ്ടിലെ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് ആൽക്കീന്. ട്രിപ്പിൾ ബോണ്ടിലെ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് ആൽക്കൈന്. സോ ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആൽക്കീനിന്റെയും ആൽക്കൈനിന്റെയും നാമകരണമാണ്. നേരത്തെ നമ്മൾ ആൽക്കെയിന്റെ കേസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അതിന്റെ നെയിമിങ് ചെയ്തിന്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൽക്കെയിന്റെ കേസിലാണെങ്കിലും അതിന്റെ നെയിമിങ് നടത്തുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ വെച്ചാൽ പദമൂലം പ്ലസ് ഹൈഫൺ പ്ലസ് ദ്വിബന്ധനത്തിന്റെ സ്ഥാനം പ്ലസ് ഹൈഫൺ പിൻ പ്രത്യയം. ആൽക്കീന്റെ കേസ് ആയതുകൊണ്ട് പിൻ പ്രത്യയം എന്ന് പറയുന്നത് ഈനാണ്. അല്ലെങ്കിൽ വേർഡ് റൂട്ട് പ്ലസ് ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഹൈഫൺ പ്ലസ് സഫിക്സ് ഇ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താന്ന് വെച്ചാൽ in the nomenclature of hydrocarbon with a double bond, the numbering should be done in such a way that carbon atom linked by the double bond gets lowest number. അതായത് ഇവിടെ ഇല്ലേ ഡബിൾ ബോണ്ടിനാണ് ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് CH2 ഡബിൾ ബോണ്ട് CH2 ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? നമ്പർ ഇട്ട് കൊടുക്കലാണ്. സോ നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ നമ്പർ ഇട്ട് കൊടുക്കുക. ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4. ഇനി ഈ ഒരു ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്നതെങ്കിൽ 1 2 3 4. അപ്പൊ ഈ രണ്ട് കേസിൽ ഇവിടെ 1 എന്ന് കൊടുക്കുക, ഇവിടെ 2 എന്ന് കൊടുക്കുക. ഈ രണ്ട് കേസിൽ എപ്പോഴാണ് ഈ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്നത്? ഇപ്പൊ ഫസ്റ്റത്തെ കേസ് നോക്കിയേ. ഫസ്റ്റത്തെ കേസിൽ ഈ ഡബിൾ ബോണ്ടിന് എത്രയാണ് പൊസിഷൻ നമ്പർ കിട്ടുന്നത്? ഡബിൾ ബോണ്ടിന് കിട്ടുന്ന പൊസിഷൻ നമ്പർ പറയുന്നത് 1 ആണ്. ഓക്കെ, ഫസ്റ്റത്തെ കേസിലത്തെ പൊസിഷൻ നമ്പർ അഥവാ സ്ഥാനസംഖ്യ, പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സെക്കൻഡ് കേസിലാണെങ്കിലോ, സെക്കൻഡ് കേസിൽ അതിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ 1 ആണോ 3 ആണോ, ഏതാണ് സ്മോള്? 1 അല്ലേ സ്മോള്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എന്താണ്? സ്ഥാനമായിട്ട് നമ്മൾ എടുക്കേണ്ട നമ്പർ ഏതാണ്? 1 ആണ്. അങ്ങനെയാ നമുക്ക് ഇതൊന്ന് നെയിം ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റത്തത് പദമൂലം ആകുമ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 4. 4 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ എന്ത് കൊടുക്കാം? 4 കാർബൺ ആറ്റം ആകുമ്പോൾ അതിന്റെ പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ടാണ്. അടുത്ത എന്താണ്? ഹൈഫൺ. പിന്നെന്താണ്? ദ്വിബന്ധനത്തിന്റെ സ്ഥാനം. ഇവിടെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എത്ര കിട്ടി നമുക്ക്? ഇത് 1 ആണ്. അപ്പം ബ്യൂട്ട് 1. പിന്നെ അടുത്ത എന്താണ്? വീണ്ടും ഹൈഫൺ ഇട്ട് കൊടുത്തു. പിൻ പ്രത്യയം. ഇത് ഡബിൾ ബോണ്ടിലെ കോമ്പൗണ്ട് അല്ലേ, അതായത് ആൽക്കീൻ അല്ലേ. ആൽക്കീൻ ആകുമ്പോൾ പിൻ പ്രത്യയം എന്നാണ്? EN അഥവാ ഈനാണ്. സോ ബ്യൂട്ട് 1 ഈന്, ബ്യൂട്ട് 1 ഈന്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയെങ്കിൽ CH3 ഡബിൾ ബോണ്ട് CH3. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്ത എക്സാമ്പിൾ പറയുന്നത്. അതായത് ഈ ഒരു കോമ്പൗണ്ട് നോക്കിയെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4. ഇവിടെ ഈ ഒരു ഡയറക്ഷൻ വഴി നമ്പർ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ടിന് കിട്ടുന്ന പൊസിഷൻ നമ്പർ എത്രയാണ്? ലോവസ്റ്റ് പൊസിഷൻ നമ്പർ പറയുന്നത് 2 ആണ്. അതായത് ഇവിടെ 2 3 കാർബൺ ആറ്റത്തിന്റെ ഇടക്കാണ് ഈ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഏതാണ് 2 3 പറയുമ്പോൾ അതിൽ ഏതാ ലോവസ്റ്റ് നമ്പർ? 2 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന പൊസിഷൻ നമ്പർ പറയുന്നത് 2 ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നമ്പർ ചെയ്യുന്നെങ്കിലോ 1 2 3. ഇവിടെ കിട്ടുന്ന പൊസിഷൻ നമ്പർ എന്നാണ്? ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഉള്ളത് ഏതിന്റെയാണ്? 2ന്റെയും 3ന്റെയും ഇടയിലാണ് നമുക്ക് ഈ ഡബിൾ ബോണ്ട് കാണുന്നത്. അപ്പൊ ഇവിടെയും കിട്ടുന്ന പൊസിഷൻ നമ്പർ എന്നാണ്? ഈ ഒരു ഡയറക്ഷൻ വഴി കിട്ടുന്ന സമയത്തും ഡബിൾ ബോണ്ടിന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ പറയുന്നത് 2 ആണ്. ഓക്കെ, സോ നമുക്ക് ഉറപ്പിക്കാം രണ്ടിലും ഒരേ സെയിം നമ്പറിന് കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഇല്ലേ ഡബിൾ ബോണ്ട് സ്ഥാനം എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഇനി പേര് കൊടുക്കാം. ഫസ്റ്റ് അപ്പം പദമൂലം. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 4. 4 കാർബൺ ആറ്റം ഉള്ളത്. അപ്പം ബ്യൂട്ട് ഹൈഫൺ പൊസിഷൻ നമ്പർ എത്രയാ? അല്ലെങ്കിൽ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എത്രയാ?
ടു ആണ്, ബ്യൂട്ട് ടു. ഇനി ഇതിന്റെ സഫിക്സ് എന്താണ്? ബ്യൂട്ട് ടു ഈന്, അല്ലെങ്കിൽ ബ്യൂട്ട് ടു ഈനാണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഇനി ഈ ഒരു കോമ്പൗണ്ട് നേരത്തെ നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോമുല കൂടി ഒന്ന് എഴുതി നോക്കിയാലോ. ഇവിടെ നോക്കിയാണെങ്കിൽ C4 എത്ര എത്ര ഹൈഡ്രജൻ ആറ്റായാലും ഇത് 3 3 6 6 1 7 1 8. അപ്പൊ C4H8 ആണ് ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട്. ഇനി ഇതിന് മുന്നേ നമ്മൾ നോക്കിയ കോമ്പൗണ്ട് ആണെങ്കിലോ അത് പറയുന്നത് ബ്യൂട്ട് 1 അതിന്റെ മോളിക്കുലർ ഫോമുല എന്ത് തന്നെയാണ്? C4H8 തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് C4H8 ആണ്. അപ്പം ഇതില് രണ്ടിന്റെയും പേര് നോക്കുന്ന സമയത്ത് ചെറുകൂടി ഇവിടെ വരക്കാം. CH2 ഡബിൾ ബോണ്ട് CH CH2 CH3 1 2 3 4. ഓക്കെ, സോ ഈ രണ്ട് കോമ്പൗണ്ടിന് വരക്കുന്ന സമയത്ത് ഇവിടെ തന്ന കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഓക്കെ, ഈ രണ്ട് കോമ്പൗണ്ട് നോക്കിയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് പറയുന്നത് ബ്യൂട്ട് 1 ഇതാണെങ്കിൽ ബ്യൂട്ട് 2 രണ്ടിന്റെ മോളിക്കുലർ ഫോമുല എന്ത് തന്നെയാണ്? C4H8 തന്നെയാണ്. അപ്പൊ എന്താണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്? C4H8 തന്മാത്ര സൂത്രമുള്ള രണ്ട് സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നമ്മളിപ്പോ നോക്കിയില്ലേ, ഇവ ഈ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതിന്റെ ഘടനയിൽ എങ്ങനെ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ, ആദ്യത്തെ കേസിൽ ഡബിൾ ബോണ്ട് എവിടെയുള്ളത്? ഒന്നാമത്തെ കാർബണിന്റെ അടുക്കയുള്ളത്. രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഡബിൾ ബോണ്ട് ഉള്ളത് രണ്ടാമത്തെ കാർബണിന്റെ അടുക്കാണ്. 2 3 കാർബണിന്റെ അടുക്കായിട്ട് കാണുന്നത്. ഒന്നാമത്തേലാണ് 1 2 കാർബണിന്റെ അടുക്ക കാണുന്നത്. രണ്ടാമത്തേലാണെങ്കിൽ 1 2 3 അത് 2 3 കാർബണിന്റെ അടുക്കാണ് രണ്ടാമത്തെ കേസിൽ കാണുന്നത്. അപ്പം ഇവ തമ്മിലെ ഡിഫറൻസ്, അപ്പൊ ഈ രണ്ട് സ്ട്രക്ചർ തമ്മിലെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഡബിൾ ബോണ്ടിനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇവ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഇവരെ ഡിഫറൻസ് എന്നാന്ന് ചോദിക്കുമ്പോൾ എന്താ ആൻസർ? അവരുടെ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം. ഇതിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കാണുന്നത്. അടുത്ത എക്സാമ്പിളും കൂടി നോക്കാം. ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആൽക്കീന്റെ നെയിമിങ് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ആവും. ഈ എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ CH3 CH2 CH ഡബിൾ ബോണ്ട് CH3. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് നമ്പർ ചെയ്ത് കൊടുക്കാം. നമ്പർ ചെയ്യുന്ന സമയത്ത് എന്താ മൈൻഡിൽ ഉണ്ടാവേണ്ടത്? ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ നമ്പർ ചെയ്യാം. 1 2 3 4 5. ഇനി ഇങ്ങനെ നമ്പർ ചെയ്യുന്നതാണെങ്കിലോ 1 2 3 4 5. ഓക്കെ, ഇനി ഈ ഒരു ഡയറക്ഷനിൽ കൂടെ നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡബിൾ ബോണ്ടിന് എത്ര പൊസിഷൻ നമ്പർ കിട്ടുന്നത്? ഈ ഒരു ഡയറക്ഷൻ വഴി നമ്പർ ചെയ്യുന്ന സമയത്ത് കാർബണിന് കിട്ടുന്ന പൊസിഷൻ നമ്പർ ആണ് 2. ഇനി ഈ ഒരു ഡയറക്ഷൻ വഴി ഇതുപോലെ ഈ ഡയറക്ഷൻ വഴി നമ്പർ ചെയ്യുന്ന സമയത്തോ കാർബണിന് കിട്ടുന്ന പൊസിഷൻ നമ്പർ പറയുന്നത് 3 ആണ്. ഇവിടെയാണ് 2 ആണ്, ഇവിടെയാണ് 3 ആണ്. അപ്പൊ ഇതിൽ ഏതാണ്? 2 ആണോ 3 ആണോ? ഏതാ ചെറുത്? 2 അല്ലേ ചെറുത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 3 കാർബണിന്റെ അടുക്കാണ് ഫസ്റ്റത്തെ കേസിൽ ഡബിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ 2 അതിൽ ദ്വിബന്ധനത്തിന്റെ സ്ഥാനമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ദ്വിബന്ധനത്തിന്റെ സ്ഥാനം ഏതാ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനിലത്തെ ഫസ്റ്റത്തെ ടേം എന്നാണ്? വേർഡ് റൂട്ട് അഥവാ പദമൂലാണ് ഈ ഇക്വേഷനിലത്തെ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ആറ്റയിലെ? 1 2 3 4 5 5 കാർബൺ ആറ്റയിലത്. അപ്പം വേർഡ് റൂട്ട് വരുന്നത് പെന്റ് ഹൈഫൺ ഡബിൾ ബോണ്ട് സ്ഥാനം 2 ആണ്, ഹൈഫൺ പെന്റ് 2 ഈൻ, അല്ലെങ്കിൽ പെന്റ് 2 ഈനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ആൽക്കീന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞ? ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് വേർഡ് റൂട്ട് പ്ലസ് ഹൈഫൺ പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് പ്ലസ് വീണ്ടും ഹൈഫൺ പ്ലസ് സഫിക്സ്. ഇതാണ് നമ്മുടെ
ആൽക്കീന്റെ നെയിം ചെയ്യുന്ന സമയത്തിലെ ഓർഡർ എന്ന് പറയുന്നത്. ആൽക്കീൻ കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്ത് പഠിക്കാനില്ലാന്ന് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ. അതായത് ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഇല്ലേ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ നമ്മൾ ആൽക്കീന് പഠിച്ചു. ഇനി അടുത്ത് ഏതാ പഠിക്കാനുള്ളത്? ആൽക്കൈനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമുക്ക് എങ്ങനെ ആൽക്കൈന് നമ്പർ നെയിം ചെയ്യുന്നത് നോക്കിയാലോ. ആൽക്കൈന് നെയിം ചെയ്യുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പഠിച്ച ആൽക്കീനിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ എന്താ നോക്കിയത്? പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ആണ് നോക്കിയത്. ഇവിടെ എന്താ നോക്കാൻ പോകുന്നത്? ഇവിടെ നോക്കാൻ പോകുന്നത് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ആണ്, അല്ലെങ്കിൽ ത്രിബന്ധനത്തിന്റെ സ്ഥാനമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വേർഡ് റൂട്ട്, പദമൂലം പ്ലസ് ഹൈഫൺ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനത്തിന്റെ സ്ഥാനം ഹൈഫൺ സഫിക്സ് YNE പിൻപ്രത്യയം അയിന്. അതായത് നേരത്തെ കേസിൽ നമ്മൾ പഠിച്ച സമയത്ത് അതുപോലെ സഫിക്സ് എന്നാ ഉണ്ടായിന്? ENA ഉണ്ടായിന്, കാരണം അത് ആൽക്കീനായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ആൽക്കൈനാണ്. അപ്പൊ അതിന്റെ സഫിക്സ് എന്താണ്? YNA ആണ്. ഓക്കെ, സോ ഇത് മാത്രമാണ് ഈ രണ്ട് കേസ്. ഇപ്പൊ ആൽക്കീന്റെയും ആൽക്കൈന്റെയും കേസ് നോക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം മാത്രമാണ് ഇതിലത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൽക്കീനിലാണ് പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ആണ് നോക്കിയത്. ആൽക്കൈൻ ആവുന്ന സമയത്ത് പൊസിഷൻ നമ്പർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റത്തെ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എല്ലാത്തിലും സെയിം തന്നെയാണ്. നമ്പർ ഇട്ട് കൊടുക്കാം. നമ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ മൈൻഡിൽ വേണ്ടത്? ഇവിടെ ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ തുടങ്ങാം. 1 2 3 4. ഈ ഒരു ഡയറക്ഷൻ ഇനി ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക് ചെയ്യാം. 1 2 3 4. ഇനി ഫസ്റ്റത്തെ കേസിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് കൂടെ പോകുന്ന സമയത്ത് ഡബിൾ ബോണ്ട് എത്രയാണ് നമ്പർ കിട്ടുന്നത്? ഇവിടെ നോക്കിയേ, ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് 1ന്റെയും 2ന്റെയും ഇടയിലാണ്. അപ്പം ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്തോ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് 3ന്റെയും 4ന്റെയും ഇടക്കാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ലോവസ്റ്റ് പൊസിഷൻ നമ്പർ പറയുന്നത് എത്രയാണ്? 3 ആണ് ഇവിടെ കിട്ടുന്ന ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കുള്ള പൊസിഷൻ നമ്പർ കിട്ടി. ഇനി ഈ 1 3 ഈ രണ്ടിൽ ഏതാണ് ഏറ്റവും ചെറുത് പറയുന്നത്? നമുക്കറിയാം 1 അല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ ഇവിടെയിലെ ട്രിപ്പിൾ ബോണ്ട് സ്ഥാനമായിട്ട് നമ്മൾ എടുക്കേണ്ട നമ്പർ ഏതാണ്? 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് റൂട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ 1 2 3 4 4 കാർബണാറ്റ് അതിലത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ വേർഡ് റൂട്ട്? 4 ബ്യൂട്ടാണ്. അപ്പം ബ്യൂട്ട്. ഇനി ഹൈഫണ്, ഇവിടെയുള്ള പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് പറയുന്നത് 1 ആണ്. 1 കൊടുത്തു. ഇതാ ഈ 1 ആണ് ഇവിടുത്തെ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ഹൈഫൺ കൊടുത്തു. പിന്നെ സഫിക്സ് YNE, അല്ലെങ്കിൽ ബ്യൂട്ട് 1 അയിനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കിട്ടി ഈ കോമ്പൗണ്ട് എന്നാ ഇതിന്റെ മോളിക്കുലർ ഫോമുല നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എത്ര കാർബണാറ്റ് ഇത്? 1 2 3 4. C4 എത്ര ഹൈഡ്രജൻ ആറ്റാണ്? 3 2 5 5 1 6. C4H6 ആണ് ഇതിന്റെ മോളിക്കുലർ ഫോമുല കിട്ടുന്നത്. ഇനി ഇതേ മോളിക്കുലർ ഫോമുലയിലെ ഒരു കോമ്പൗണ്ട് കൂടി നമുക്ക് വരച്ചു നോക്കിയാലോ. ഇത് പറയുന്നത് ബ്യൂട്ട് 1 അയിനാ നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ നേരത്തെ വരച്ച അതേ കോമ്പൗണ്ട് ആണ്. ഇനി ഇപ്പം ഈ ഒരു കോമ്പൗണ്ട് പേര് പറഞ്ഞ ബ്യൂട്ട് YN. ഇനി ഇതേ മോളിക്കുലർ ഫോമുലയിലെ വേറെ കോമ്പൗണ്ടും കൂടി നമുക്ക് വരച്ചു നോക്കിയാലോ. നമുക്ക് ഇതേപോലെ തന്നെ വരക്കാം. അതായത് ഇതേപോലെ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? ബ്യൂട്ട് പറയുമ്പോൾ 4 കാർബൺ ആറ്റം ഉള്ളത്. ഫസ്റ്റ് നമുക്ക് 4 കാർബൺ ആറ്റം വരച്ചു കൊടുക്കാം. 1 2 3 4. ഓക്കെ, ഇവിടെ ഇപ്പം ബ്യൂട്ട് 1 അല്ലേ കിട്ടിയ. ഞാൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാർബൺ എടുക്കാന്ന്. അപ്പൊ ഞാൻ രണ്ടാമത്തെ കാർബൺ എടുക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ, ഇനി അപ്പൊ രണ്ടാമത്തെ കാർബൺ എടുക്കാൻ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ബാക്കി നമുക്ക് ഇനി ബാലൻസ് ഫില്ല് ചെയ്തൂടെ? ഫസ്റ്റത്തേൽ ഇവിടെ ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ബാക്കി CH3 ഇവിടെ 1 2 3 4. ഇനി ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം 1 2 3 4
വാലൻസി ഫില്ലായി. ഇനി ഇവിടെ 1 2 3 4 ഇവിടെയും വാലൻസി ഫില്ലായി. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, കാർബണിന്റെ വാലൻസി 4 ബാക്കി 3 ഹൈഡ്രജൻ ആയിട്ട് ഇവിടെ കൊടുത്തു. CH3 C ട്രിപ്പിൾ ബോണ്ട് C CH3. ഓക്കെ, ഇനി ഇതിന്റെ നെയിമിങ് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് 1 2 3 4 1 2 3 4. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന നമ്പർ പറയുന്നത് 2 ആണ്. ഇനി തിരിച്ച് ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന നമ്പറും 2 ആണ്. അപ്പൊ രണ്ടിന്റെ പൊസിഷൻ നമ്പർ എന്നാണ് സെയിം ആണ്. അപ്പൊ പേര് വരുന്നത് കാർബണാറ്റം 4 ബ്യൂട്ട്. പിന്നെ ഡബിൾ ബോണ്ട് സ്ഥാനം എന്നാണ് രണ്ടാമത്തെ പൊസിഷനിലെ ഡബിൾ ബോണ്ടിലുള്ളത്. അപ്പം ബ്യൂട്ട് 2 അയിന്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ രണ്ടിന്റെ കേസിലാണെങ്കിലും ആദ്യത്തെ മോളിക്കുലർ ഫോമുല C4H6 ആണ്, രണ്ടാമത്തെ മോളിക്കുലർ ഫോമുല C4H6 ആണ്. അപ്പൊ ഡിഫറൻസ് എന്നാ വരുന്നത്, ആദ്യത്തെ കേസിലാണ് ബ്യൂട്ട് 1 അയിനാണ്, രണ്ടാമത്തെ കേസിലാണ് ബ്യൂട്ട് 2 അയിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ കേസിൽ നമ്മൾ ഡബിൾ ബോണ്ട് സ്ഥാനത്തിലാണ് ഡിഫറൻസ് ഉള്ളത് പറഞ്ഞു. ഇവിടെ അതുപോലെ ഏത് ബോണ്ടിന്റെ സ്ഥാനത്തിലാണ് ഡിഫറൻസ് ഉള്ളത്, ഈ രണ്ട് കോമ്പൗണ്ടും ഡിഫർ ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ട് സ്ഥാനത്തിനനുസരിച്ചിട്ടാണ് ഈ രണ്ട് കോമ്പൗണ്ടും ഡിഫർ ചെയ്യുന്നത്. അല്ലെ രണ്ട് കോമ്പൗണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനമാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. C4H6 തന്മാത്ര സൂത്രമുള്ള രണ്ട് സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. അതായത് ഈ രണ്ട് കോമ്പൗണ്ടും ബ്യൂട്ട് 1 അയിനും ബ്യൂട്ട് 2 അയിനും ഇവ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് സ്ഥാനത്തിനനുസരിച്ച്. ഓക്കെ ആണോ? അപ്പൊ നമ്മളിപ്പോ ആൽക്കീൻ എങ്ങനെ നെയിം ചെയ്യലെന്നും പഠിച്ചു, ആൽക്കൈൻ എങ്ങനെ നെയിം ചെയ്യലെന്നും പഠിച്ചു. അതായത് ഡബിൾ ബോണ്ടിലെ കോമ്പൗണ്ടിന്റെ നെയിമിങ്ങും പഠിച്ചു, ട്രിപ്പിൾ ബോണ്ടിലെ കോമ്പൗണ്ടിന്റെ നെയിമിങ്ങും പഠിച്ചു. ഇനി അതായത് ആൽക്കീന്റെ കേസിലാണെങ്കിൽ വേർഡ് റൂട്ട് പ്ലസ് ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് പ്ലസ് വീണ്ടും ഹൈഫൺ സഫിക്സ് ENE. ഇനി ആൽക്കൈന്റെ കേസിലാണെങ്കിൽ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം പ്ലസ് ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് വീണ്ടും ഹൈഫൺ സഫിക്സ്. ഇതാ നമ്മൾ ഈ ഒരു ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് കോമ്പൗണ്ട് നെയിം ചെയ്തത്. മെയിൻ ആയിട്ട് ഡിഫറൻസ് ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ആൽക്കീന്റെ കേസിലാണ് ഡബിൾ ബോണ്ട് ആയിരിക്കും, ആൽക്കൈന്റെ കേസിലാണ് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കൈനിലാണ് സഫിക്സ് ENE ആയിരിക്കും, ആൽക്കൈനാണ് സഫിക്സ് YNE ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേബിളും കൂടി ഫില്ലാക്കി നോക്കിയാലോ. സോ ഇതാ നമ്മുടെ ടേബിള്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പൊ CH3 CH ഡബിൾ ബോണ്ട് CH2. ഫസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, നമ്പർ കൊടുക്കാം 1 2 3 1 2 3. അപ്പൊ ഇവിടെ കിട്ടുന്ന ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എന്താണ്, 1 അല്ലേ. ഇവിടെയാണ് കിട്ടുന്ന പൊസിഷൻ നമ്പർ 2 ആണ്. അപ്പൊ ഏതാണ് ഇതിൽ ലോവസ്റ്റ് ആയിട്ടുള്ളത്, 1 ആണ് ലോവസ്റ്റ്. സോ ആൻസർ കിട്ടുന്നത്, സോ ഇവിടുത്തെ പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് പറയുന്നത് 1 ആണ്. ഇനി 1 2 3 3 കാർബണാറ്റ ഉള്ളത്. 3 കാർബണാറ്റ ആകുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്, പ്രൊപ്പാണ്. പ്രൊപ്പ് ഹൈഫൺ പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് പറയുന്നത് 1 ആണ്. പ്രൊപ്പ് 1 ഈന് സഫിക്സ് പറയുന്ന ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന സഫിക്സ് ENE ആണ്. പ്രൊപ്പ് 1 ഈന്. രണ്ടാമത്തെ കേസ് പറയുന്നത് ഹെക്സ് 2 ഈനാണ്. അതായത് IUPAC നെയിം വന്നിട്ടുണ്ട്, നമ്മളോട് സ്ട്രക്ചർ വരക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഹെക്സ് 2 E എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റ ഉള്ളത് അതില്, ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബണാറ്റ ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് 6 കാർബണാറ്റം വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 പറയുന്നത്. അപ്പൊ എത്രാമത്തെ പൊസിഷനിലെ ഡബിൾ ബോണ്ട് ഉള്ളത്, രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാർബണിന്റെ അടുത്ത് എന്ത് കൊടുത്തു, ഡബിൾ ബോണ്ട് വരച്ചു. ഇനി അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാൻ ബാക്കിയുള്ളത് കാർബണിന്റെ വാലൻസ് ഫില്ലാക്കാം. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ CH3, ഇനി CH3 ഇവിടെ ആണെങ്കിൽ 1 2 3 ഒരു CH വരച്ചു. 1 2 3 4 1 2 3 4 1 2 3 4 1 ഇവിടെ 3 4. സോ CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH2 CH3. സോ ഇതാണ് നമ്മുടെ ഹെക്സ് 2 സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്, CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C CH2 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 CH3. ഇതിന്റെ നെയിം ഏതാണ് പറയുന്നത്. നമുക്ക് നമ്പർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് 1 2 3 4 5
5 5 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഡബിൾ ബോണ്ട് പൊസിഷൻ കിട്ടുന്നത് 2 ആണ്. ഇനി ഓപ്പോസിറ്റ് നമ്പർ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് 1 2 3 4 5. ഇവിടുന്ന് ആ നമ്പർ കിട്ടുന്ന ഇവിടെ കിട്ടുന്ന നമ്പർ പറയുന്നത് 3 ആണ്. ഓക്കെ, ഫസ്റ്റത്തെ കേസിലാണ് ട്രിപ്പിൾ ബോണ്ട് എടുക്കില്ല ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ പറയുന്നത് 2 ആണ്. രണ്ടാമത്തെ കേസിലാണ് 3 ആണ്. അപ്പൊ ഏതാണ്? അപ്പൊ ഉറപ്പിക്കാം നമുക്ക് രണ്ടാണ് ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 5 കാർബൺ ആറ്റം ഉള്ളത്. വേർഡ് റൂട്ട് വരുന്നത് പെന്റ് ആണ്. പെന്റ് 2. ഇനി ഇവിടെ ഏത് ബോണ്ടാ ഉള്ളത്? ട്രിപ്പിൾ ബോണ്ടാ ഉള്ളത്. അപ്പൊ സഫിക്സ് വരുന്നത് YNE. പെന്റ് 2 YNE പെന്റ് 2 ആയി, അല്ലെങ്കിൽ പെന്റ് 2 I. ഓക്കെ, ഹെപ്റ്റ് 3 അതിന്റെ സ്ട്രക്ചർ വരക്കാനാണ് പറയുന്നത്. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 7 കാർബൺ ആറ്റം ഉള്ളത്. 7 കാർബൺ ആറ്റം ഫസ്റ്റ് ചേർക്കുക. 1 2 3 4 5 6 7 നമ്പർ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7. ഹെപ്റ്റ് 3 അയൺ, അതായത് മൂന്നാമത്തെ കാർബൺ അടക്കാൻ എന്തുകൊണ്ട് ഡബിൾ ബോണ്ട് വരക്കേണ്ടത്, അല്ല ട്രിപ്പിൾ ബോണ്ട് വരക്കേണ്ടത്. കാരണം Y തന്നെയാണ് സഫിക്സ്. മൂന്നാമത്തെ കാർബൺ അടുക്ക് ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പൊ ഞാൻ ഈ മൂന്നാമത്തെ കാർബണിന് പകരം ഇവിടെയാണ് ട്രിപ്പിൾ ബോണ്ട് വരക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പൊസിഷൻ നമ്പർ വരുന്നത്? കാരണം ഇവിടെ 2 3 കാർബൺ എടുക്കാന്ന് ഞാൻ ട്രിപ്പിൾ ബോണ്ട് വരക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും പൊസിഷൻ നമ്പർ വരുന്നത്? 2 ആയിരിക്കും പൊസിഷൻ നമ്പർ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടേണ്ട ക്വസ്റ്റ്യൻ, നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്നാണ് ഹെപ്റ്റ് 3 ആ പറയുന്നത്. അപ്പൊ ഹെപ്റ്റ് 3 വരണമെങ്കിൽ എവിടെ ആയിരിക്കണം? 3 4 കാർബണിന്റെ അടുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുത്താൽ മാത്രമേ ഹെപ്റ്റ് 3 എന്നുള്ള ആൻസർ കിട്ടൂ. കാരണം 3 4 നോക്കിയാൽ മൂന്നാണ് ലോവസ്റ്റ് നമ്പർ പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ 2 3ന്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുന്നതെങ്കിൽ 2 3ന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുത്താൽ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് 2 ആണ്. അപ്പൊ അത് ഹെപ്റ്റ് 2 അയിനായിട്ട് മാറും. അതുകൊണ്ട് 3 4ന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുത്താൽ മാത്രമേ ഹെപ്റ്റ് 3 അയിനുള്ള സ്ട്രക്ചർ വരക്കാൻ പറ്റൂ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്കിന്റെ ബാലൻസ് ഫില്ല് ചെയ്യാലോ. CH3 1 2 CH2 1 2 3 4. ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഓൾറെഡി 1 2 3 4 4 കാർബൺ ആറ്റം ബാലൻസ് ഫില്ലാണ്. 1 2 3 4 ഇവിടെയും വേണ്ട. ഇനി ഇവിടെയാണ് CH2 CH3. സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.